വിശ്വാസികളെ ആവേശത്തിലാഴ്ത്തി ദിവ്യകാരുണ്യനാഥൻ ഓഹിയോ നദിയിലൂടെ സഞ്ചരിച്ചത് അനേകർക്ക് ആത്മീയാനുഭവത്തിന്റെ പുത്തനഭിഷേകം പകർന്നു. ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന്റെ ഭാഗമായാണ് ഓഹിയോ നദിയിലൂടെ വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യ ആശീർവാദം നൽകിയത്. അമേരിക്കയിലെ ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം സെറ്റൻ പാതയിലെത്തിയപ്പോൾ അല്പമൊന്ന് മാറി സഞ്ചരിച്ചു. പിന്നീട് അങ്ങോട്ട് ദിവ്യകാരുണ്യനാഥൻ നീങ്ങിയത് ഒരു സ്റ്റെയിൻ വീലറിലാണ്. ശാന്തമായി ഒഴുകുന്ന ഓഹിയോ നദിയുടെ ഓളങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ എതിരേൽക്കാൻ അനേകർ നദീതീരത്ത് ഭയഭക്തിയോടെ അണിനിരന്നു. ഓഹിയോയിലെ സ്റ്റ്യൂബൻ വില്ലയിൽ നിന്ന് ജൂൺ 23 ആരംഭിച്ച വ്യത്യസ്തമാർന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണം 30 മൈലുകളോളം സഞ്ചരിച്ച് വിവിധ പ്രദേശങ്ങളിലെ വിശ്വാസികൾക്ക് ആശീർവാദം നൽകി. ഓഹിയോയിലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം വിശ്വാസികൾക്കെല്ലാം വ്യത്യസ്തമായ അനുഭവമായിരുന്നു. തങ്ങളെ ആശീർവദിക്കാനെത്തുന്ന ദിവ്യകാരുണ്യനാഥനെ കാത്ത് ആകാംക്ഷയോടെ വിശ്വാസികൾ പലരും ഒറ്റയ്ക്കും സമൂഹമായും നദീതീരങ്ങളിൽ നിരന്നുവെന്നും പങ്കെടുത്ത എല്ലാവർക്കും വിശ്വാസത്തിന്റെ പുത്തൻ അനുഭവം സ്വീകരിക്കാനായെന്നും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത ജെഫ് ബ്രൂണോ സാക്ഷ്യപ്പെടുത്തി. മെയ് മാസത്തിൽ അമേരിക്കയിൽ ആരംഭിച്ച ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനം ജൂലൈ 16 ഇന്ത്യാനാപോളിസിലെത്തുകയും ജൂലൈ 17 മുതൽ ആരംഭിക്കുന്ന ദേശീയ ദിവ്യകാരുണ്യ സമ്മേളനത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.